നമസ്കാരം. താഹാവൂർ ഹുസൈൻ റാണയ്ക്ക് കൊച്ചിയിലടക്കം ആര് സഹായം നൽകി എന്നത് അന്വേഷിച്ച് വിശദമായ അന്വേഷണത്തിന് NIA ഭീകരരെ റിക്രൂട്ട് ചെയ്യാനാണ് കൊച്ചിയിലെത്തിയതെന്നാണ് റാണ പറഞ്ഞതായിട്ടാണ് സൂചന. ഇവിടെ വെച്ച് ആരെയൊക്കെ കണ്ടുവെന്നാണ് NIA അന്വേഷിക്കുന്നത്. ഇതോടെ കൊച്ചിയിൽ വെച്ച് റാണയെ കണ്ടവർ അടക്കം കടുത്ത സമ്മർദ്ദത്തിലാണ്. 2008 റാണ കൊച്ചിയിലെത്തിയത്. ഇതിനിടെ റാണയെയും ഹെഡ്ലിയെയും ഇന്ത്യയിൽ സഹായിച്ച ഒരാളെ NIA കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. റാണയുടെ നിർദ്ദേശപ്രകാരമാണ് ഹെഡ്ലിയെ ഇന്ത്യയിൽ സ്വീകരിച്ചതെന്ന് ഇയാൾ മൊഴി നൽകി. റാണയുടെ കൂടെ ഇരുത്തി ചോദ്യം ചെയ്യാനായി ഇയാളെ ഡൽഹിയിൽ എത്തിച്ചു. ചോദ്യം ചെയ്യലിൽ എത്ര വിവരങ്ങൾ ലഭ്യമാകുമെന്നതിനെ ആശ്രയിച്ചാകും തുടരന്വേഷണം മുന്നോട്ട് പോവുക. അതേസമയം FBI റെക്കോർഡ് ചെയ്ത ഫോൺ കോളുകൾ NIAക്ക് കൈമാറി. അമേരിക്കയ്ക്ക് നന്ദി പറഞ്ഞ് കേന്ദ്ര വിദേശകാര്യമന്ത്രി S ജയശങ്കർ രംഗത്ത് വന്നു. ഭീകരവിരുദ്ധ നീക്കങ്ങളിൽ ഇത് നിർണായക ചുവടുവെപ്പാണെന്ന് S ജയശങ്കർ പറഞ്ഞു. മുംബൈ ഭീകരാക്രമണ കേസിൽ താഹാവൂർ ഹുസൈൻ റാണയുടെ ചോദ്യം ചെയ്യൽ NIA കസ്റ്റഡിയിൽ തുടരുകയാണ്. ഇന്നലെ 3 മണിക്കൂർ മാത്രമാണ് റാണയെ ചോദ്യം ചെയ്തതെന്നാണ് വിവരം. ചോദ്യം ചെയ്യലിൽ പല കാര്യങ്ങളോടും വ്യക്തമായ പ്രതികരണം റാണ നൽകുന്നില്ല. ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന രീതിയാണ് റാണ തുടരുന്നത്. അതേസമയം ഡേവിഡ് കോൾമാൻ ഹെഡ്ലിക്ക് ഇന്ത്യൻ വിസ ലഭിക്കാൻ സഹായം നൽകിയത് പ്രതിയായ താഹാവൂർ ഹുസൈൻ റാണയാണെന്ന വിവരം പുറത്തു വന്നു. കാനഡയിലേക്ക് കുടിയേറും മുമ്പ് റാണ പാകിസ്ഥാൻ സൈന്യത്തിന്റെ മെഡിക്കൽ വിഭാഗത്തിൽ സേവനമനുഷ്ഠിച്ചിരുന്നു. ഇമിഗ്രേഷൻ കൺസൾട്ടൻസി സ്ഥാപനം തുടങ്ങിയ ഇയാൾ പിന്നീട് US-ൽ താമസമാക്കി. ഷിക്കാഗോയിൽ ഓഫീസും തുറന്നു. 2008 നവംബറിലെ മുംബൈ ആക്രമണത്തിന് മുമ്പ് രഹസ്യ ദൗത്യവുമായി ഹെഡ്ലിക്ക് ഇന്ത്യയിലേക്ക് എത്താൻ സൗകര്യമൊരുക്കിയത് റാണയുടെ സ്ഥാപനം വഴിയാണ്. 10 വർഷത്തെ വിസ കാലാവധി നീട്ടാനും സഹായം നൽകി. ഇന്ത്യയിലെ താമസത്തിനിടെ ഹെഡ്ലി ഇമിഗ്രേഷൻ ബിസിനസിന്റെ മറവിൽ റാണയുമായി നിരന്തരം സമ്പർക്കം പുലർത്തിയിരുന്നതായി ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഇക്കാലത്ത് 230ഓളം ഫോൺ കോളുകളാണ് ഇരുവരും നടത്തിയത്. ആക്രമണ ഗൂഢാലോചനയിൽ പങ്കുള്ള മേജർ ഇക്ബാൽ എന്നയാളുമായി നിരന്തരം സമ്പർക്കം പുലർത്തിയിരുന്നതായി NIA കുറ്റപത്രത്തിലുണ്ട്. ഭീകരാക്രമണം നടക്കുന്നതിന് തൊട്ടുമുമ്പ് റാണ ഇന്ത്യ സന്ദർശിച്ചിരുന്നു. പവായിലെ ഹോട്ടലിലായിരുന്നു താമസം. ദക്ഷിണ മുംബൈയിലെ തിരക്കേറിയ സ്ഥലങ്ങളെക്കുറിച്ച് റാണ അന്വേഷിച്ചിരുന്നതായി സാക്ഷിമൊഴിയുണ്ടെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. പാകിസ്ഥാൻ ഭീകരർ ഈ സ്ഥലങ്ങളാണ് ആക്രമണത്തിന് തിരഞ്ഞെടുത്തത്. താജ്മഹൽ, ഒബ്രോയ് ഹോട്ടലുകൾ, ലിയോപോൾഡ് കഫേ, ചബാദ് ഹൗസ്, ഛത്രപതി ശിവാജി ടെർമിനസ് ട്രെയിൻ സ്റ്റേഷൻ എന്നിവയുൾപ്പെടെ മുംബൈയിലെ സ്ഥലങ്ങൾ ഭീകരർ ലക്ഷ്യമിട്ടു. ഇവ ഓരോന്നും ഹെഡ്ലി മുൻകൂട്ടി പരിശോധിച്ചിരുന്നതായും കുറ്റപത്രത്തിൽ പറയുന്നു. ഒരു ചെറിയ റോൾ മാത്രമായിരുന്നു റാണയ്ക്ക് നിർവഹിക്കാനുണ്ടായിരുന്നതെന്നും ഇന്ത്യയിലേക്കുള്ള ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ വരവിന് നിയമപരിരക്ഷ നൽകിയായിരുന്നു അതെന്നുമാണ് മുൻ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി GK പിള്ള പറഞ്ഞത്. അമേരിക്കയ്ക്കും പാക് ചാര സംഘടനയായ ISIക്കും ലഷ്കർ ഇ തൊയ്ബയ്ക്കും ഒപ്പം പ്രവർത്തിച്ച ഇരട്ട ഏജന്റായിരുന്നു ഹെഡ്ലിയെ സംരക്ഷിക്കുന്നതിന് അമേരിക്കയെ പിള്ള വിമർശിച്ചിരുന്നു. ഹെഡ്ലിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മുൻകൂട്ടി അറിവുണ്ടായിട്ടും ഇയാളുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ അനുവദിച്ചതിൽ ദുരുദ്ദേശമുണ്ടെന്നും GK പിള്ള കുറ്റപ്പെടുത്തി. അമേരിക്ക പുറത്തു പറയുന്നതിനേക്കാൾ കൂടുതൽ വിവരങ്ങൾ ഹെഡ്ലിയെക്കുറിച്ച് അവർക്കറിയാമെന്നും കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയായ സമയത്ത് GK പിള്ള പറഞ്ഞിരുന്നു. US ഭരണ സംവിധാനത്തിന്റെയും ഏജൻസികളുടെയും പിന്തുണയുള്ള ഡേവിഡ് ഹെഡ്ലി കുറഞ്ഞ സുരക്ഷയുള്ള തടവറയിൽ ആശ്വാസ ജീവിതം നയിക്കുകയാണെന്നാണ് മുൻ IPS ഓഫീസർ യശോവർദ്ധൻ ജ ആസാദ് പറഞ്ഞത്. ഇന്ത്യയിലെ ഭീകരാക്രമണവുമായും ഡെൻമാർക്കിലെ ഭീകരാക്രമണ ശ്രമവുമായും ബന്ധപ്പെട്ട് ഇന്ത്യയിലേക്കും പാകിസ്ഥാനിലേക്കും ഡെൻമാർക്കിലേക്കും കൈമാറുന്നത് തടയുന്നതാണ് US അധികൃതരുമായി ഹെഡ്ലി ഉണ്ടാക്കിയ കരാർ. US-ന്റെ കൂടി രഹസ്യാന്വേഷണ ഏജന്റായി പ്രവർത്തിച്ച വ്യക്തിയെ കൈവിടുന്നത് പല രഹസ്യ വിവരങ്ങളും പുറത്താകുന്നതിന് വഴിയൊരുക്കും. 2008 മുംബൈ ഭീകരാക്രമണ കേസിൽ അറസ്റ്റിലായ താഹാവൂർ റാണ മറ്റ് ഇന്ത്യൻ നഗരങ്ങളിലും ആക്രമണത്തിന് പദ്ധതി ഇട്ടിരുന്നുവെന്ന് സംശയിക്കുന്നതായി NIA കോടതിയെ അറിയിച്ചു. ഗൂഢാലോചനയുടെ മുഴുവൻ വ്യാപ്തിയും പുറത്തു കൊണ്ടുവരാൻ റാണയെ കസ്റ്റഡിയിൽ വേണമെന്നും അന്വേഷണ ഏജൻസി ആവശ്യപ്പെട്ടു. 17 വർഷം മുമ്പ് നടന്ന സംഭവങ്ങൾ വീണ്ടും അന്വേഷിക്കാൻ റാണയെ വിവിധ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. മറ്റേതെങ്കിലും നഗരം ലക്ഷ്യമിട്ട് സമാനമായ ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്നും NIA അറിയിച്ചു.